സുഹൃത്തുക്കളെ, രാമായണകാലത്ത് സീതയെ തേടി രാമൻ പണിത പാലത്തിന്റെ കഥകള് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. യുഗങ്ങൾ മാറിയാലും തലമുറകൾ മാറിയാലും നമ്മുടെ ഇന്ത്യൻ ചരിത്രത്തോടും സംസ്കാരത്തോടും വേർപിരിയാൻ കഴിയാത്ത ബന്ധമുള്ള ഒരു അത്ഭുതകരമായ രാജ്യത്തെക്കുറിച്ച് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നു. ലോക ഭൂപടത്തിൽ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ താഴെ വീണ ഒരു ചെറിയ കണ്ണീര് തുള്ളിയെയോ അല്ലെങ്കിൽ മനോഹരമായ ഒരു മുത്തിനിയോ പോലെ കാണപ്പെടുന്ന ദ്വീപാണത്. ദൈവം സൃഷ്ടിച്ച ആദ്യ മനുഷ്യൻ കാലടി വെച്ചതായി വിശ്വസിക്കുന്ന ഉയർന്ന മലയിൽ നിന്ന് ഭൂമിയിലെ സ്വർഗം കണ്ണിന് മുന്നിൽ കാണിക്കുന്ന പച്ചപ്പുള്ള താഴ്വരകളിലേക്കുള്ള അനേകം രഹസ്യങ്ങൾ ആ മണ്ണിലൊളിഞ്ഞിരിക്കുന്നു. ആ രാജ്യത്തിന്റെ യഥാർത്ഥ പേരെന്താണ്? അവിടെ വെറും 1 കിലോ ചായയിലേക്ക് 10,000 രൂപയ്ക്ക് മുകളിൽ എന്തുകൊണ്ട് ചെലവഴിക്കണം? ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന മാതള നാരങ്ങയുടെ ആകൃതിയിലുള്ള ചുവപ്പിൽ തിളങ്ങുന്ന ആ മസ്ജിദിന്റെ പിന്നിലെ കഥയെന്താണ്? അടുത്തുള്ള രാജ്യായി നമ്മോടൊപ്പം വേർപിരിയാനാവാത്ത ബന്ധം പുലർത്തുന്ന ആ രാജ്യമാണ് ശ്രീലങ്ക. ഇന്ന് നാം ഒരു രാജ്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ പോകുന്നില്ല, ആ മണ്ണിന്റെ യഥാർത്ഥ ആത്മാവ്. പല ദശാബ്ദങ്ങളായി രക്തം ചൊരിഞ്ഞ ബ്ലഡി ചരിത്രവും ഫീനിക്സ് പക്ഷിയെപ്പോലെ അവർ വീണ്ടും ഉയർന്നു വന്ന രീതിയും ഇവയെല്ലാം നമ്മുടെ ഇന്ത്യൻ കാഴ്ചപ്പാടിൽ നിന്ന് വിശകലനം ചെയ്യാൻ പോകുന്നു. തെക്കേഷ്യയിലെ വിശാലമായ ഹിന്ദു മഹാസമുദ്രത്തിന്റെ മടിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പച്ചപ്പുള്ള ദ്വീപിന്റെ ഔദ്യോഗിക പേര് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഓഫ് ശ്രീലങ്കയാണ്. ചുറ്റും സമുദ്രമുള്ളതിനാൽ ഈ രാജ്യത്തിന് മറ്റേതെങ്കിലും രാജ്യത്തോടും കരയിലൂടെ അതിർത്തികളില്ല. എന്നാൽ ഭൂമിശാസ്ത്രപരമായും സാംസ്കാരികമായും നമ്മുടെ ഇന്ത്യക്ക് ഏറ്റവും അടുത്തുള്ള അയൽ രാജ്യമാണിത്. നമ്മുടെ ചെന്നൈയിലോ തിരുവനന്തപുരത്തിലോ ഒന്ന് വിമാനം കയറിയാലേ വെറും 1 മണിക്കൂർ തന്നെ നമ്മൾ കൊളംബോ നഗരത്തിലെത്തിയേക്കാം. 1972 വർഷം വരെ ഇംഗ്ലീഷുകാർ ഈ രാജ്യത്തെ സിലോൺ എന്ന് വിളിച്ചിരുന്നു. അതിനുശേഷമാണ് ഇതിന് ശ്രീലങ്ക എന്ന പേര് ലഭിച്ചത്. ഏകദേശം 20,500,00,000 ജനസംഖ്യയോടെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 60ാമത്തെ രാജ്യമാണിത്. വിസ്തീർണം പരിഗണിച്ചാല് 67,240 ചതുരശ്ര കിലോമീറ്റർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ രാജ്യം ലോകത്തിലെ 120ാമത്തെ വലിയ രാജ്യമായി സ്വന്തം വ്യക്തിത്വം സൃഷ്ടിച്ചിട്ടുണ്ട്. ശ്രീലങ്ക എന്ന് പറഞ്ഞത് നമ്മക്കുടനെ ഓർമ്മയിലേക്കുന്നത് ചായത്തോട്ടങ്ങളാണ്. ലോകതലത്തിലെ സിലോൺ ചായക്കുള്ള പ്രസിദ്ധി ചെറിയതൊന്നുമല്ല. ഇവിടെ ചായത്തോട്ടം എന്നത് വെറും കൃഷി മാത്രമല്ല, അതൊരു സംസ്കാരമാണ്. ലോകത്തിലെ ഏറ്റവും വിലയേറിയ ചായ ഇനങ്ങളിൽ ഒന്നായ ഗോൾഡൻ ടിപ്സ് ടീ ഇവിടെ തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇത് എത്രത്തോളം വിലയേറിയതാണെന്നാൽ പാകിസ്ഥാൻ രൂപയിൽ ഏകദേശം 55,000 രൂപ വരെ വില വരുന്നു. അത് നമ്മുടെ ഇന്ത്യൻ രൂപയിൽ കണക്കാക്കിയാൽ 1 കിലോയ്ക്ക് ഏകദേശം 10,000 രൂപയ്ക്കും അതിലധികവുമാണ് വില. എന്തുകൊണ്ടാണ് ഇതിന് ഇത്രയും വിലയെന്നാലേ ഈ ഇലകൾ സാധാരണ രീതിയിൽ പറിച്ചെടുക്കാതെ വളരെ ശ്രദ്ധയോടെ കൈകൊണ്ടു മാത്രമാണ് പറിച്ചെടുക്കുന്നത്. സൂര്യോദയത്തിനു മുമ്പ് പനിത്തുള്ളികൾ ഇലകളിൽ ഇരിക്കുമ്പോൾ തന്നെ അവയെ ശേഖരിച്ച് വളരെ പ്രകൃതിദത്തമായ രീതിയിൽ ഉണക്കി തയ്യാറാക്കുന്നു. ഇങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള ചായയിലകള് യൂറോപ്പിലേക്കും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്കും കയറ്റുമതി ചെയ്ത് ശ്രീലങ്ക വലിയ വരുമാനം സമ്പാദിക്കുന്നു. ഈ ദ്വീപിലുള്ള ഏറ്റവും അത്ഭുതകരമായ ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ ആദ്യം ആഡം സ്പീക്കിനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. ശ്രീലങ്കയുടെ മധ്യഭാഗത്ത് ആകാശത്തെ ചുംബിക്കുന്നതുപോലെ നിലകൊള്ളുന്ന ഈ മല ലോകത്തിലെ 3 പ്രധാന മതങ്ങൾക്ക് വളരെ വിശുദ്ധമായ സ്ഥലമാണ്. 7,000 അടിയിലധികം ഉയരമുള്ള ഈ മലയിൽ കയറാൻ വളരെ നേരിയതും കഠിനവുമായ 5,000-ത്തിലധികം പടികൾ കടക്കേണ്ടതുണ്ട്. മഞ്ഞുതിരകളെ കീറി ജീവൻ കയ്യിൽ പിടിച്ച് മുകളിലേക്ക് കയറിയാല് മലയുടെ മുകളില് ഒരു വലിയ പാദമുദ്ര കാണാം. വിചിത്രമെന്നാൽ ഈ ഒറ്റ പാദമുദ്രയെ 3 മതങ്ങളിലെയും വിശ്വാസികൾ തങ്ങളുടെ ദൈവത്തിൻ്റെതാണെന്ന് ആഴത്തിൽ വിശ്വസിക്കുന്നു. ദൈവം ആദാമിനെ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അയച്ചപ്പോ ആദ്യം കാലടി വെച്ചത് ഇവിടെ തന്നെയാണെന്ന് ഇസ്ലാം വിശ്വാസികൾ കരുതുന്നു. ബൗദ്ധര് ആ പാദമുദ്ര നേരിട്ട് ഗൗതമ ബുദ്ധന്റേതാണെന്ന് വിശ്വസിക്കുന്നു. ഹിന്ദുക്കള് അതിനെ പരമശിവന്റെ പാദമുദ്രയെന്ന് കരുതി ശിവന്റെ പാദമലയായി ഭക്തിയോടെ ആരാധിക്കുന്നു. സൃഷ്ടിയുടെ രഹസ്യം എന്തായാലും വിശ്വാസം ഒന്നു തന്നെയാണ്. അതിനാലാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 3 ലക്ഷത്തിലധികം ഭക്തർ ഈ പരിശുദ്ധ സ്ഥലത്തേക്ക് ഓരോ വർഷവും വരുന്നത്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ശ്രീലങ്കയിലെ ആളുകള് വളരെ ലളിതമായ ഗ്രാമീണ സാഹചര്യത്തില് കുറച്ച് ദരിദ്രരായി തോന്നാം. പക്ഷെ അതാണ് സത്യമല്ലേ. അവര് മനസ്സിൽ വളരെ ദൃഢമായവരാണ്. കഠിനമായി ജോലി ചെയ്യുന്ന സ്വഭാവമുള്ളവരാണമേ. നമ്മുടെ ഇന്ത്യക്കാരെ പോലെ തന്നെ കൂട്ടുകുടുംബവും ബന്ധങ്ങളും അവർ ജീവൻ പോലെ സ്നേഹിക്കുന്നു. വീട്ടിലെ മുതിർന്നവരെ ആദരിച്ച്
എല്ലാവരും ഒരുമിച്ച് ഒരേ വീട്ടിൽ താമസിക്കാനാണ് അവർ ഇഷ്ടപ്പെടുന്നത്. മതപരമായി നോക്കുമ്പോൾ ഈ രാജ്യത്ത് വിവിധ മതങ്ങളിലുള്ളവര് വളരെ ഐക്യത്തോടെ ജീവിക്കുന്നു. മൊത്തം ജനസംഖ്യയിൽ 70% പേര് ബൗദ്ധരാ, 12.6% പേര് ഹിന്ദുക്കളാണ്, 9.7% പേർ മുസ്ലിംകാർ, മറ്റുള്ളവർ ക്രിസ്ത്യാനിയാണ്. ഇത്രയും സമാധാനപരമായി തോന്നുന്ന ഈ രാജ്യം എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. ഇതിന്റെ പശ്ചാത്തലത്തില് പല ദശാബ്ദങ്ങളിലായി രക്തപാതയുള്ളൊരു ചരിത്രമുണ്ട്. 1983 മുതൽ 2009 വരെ ഏകദേശം 26 വർഷം ഭൂരിഭാഗം സിംഹളരും ന്യൂനപക്ഷമായ തമിഴരും തമ്മില് ഒരു ദീർഘവും ഭയാനകവുമായ ആഭ്യന്തര യുദ്ധം നടന്നു. LTTയുടെ രൂപത്തിൽ നടന്ന ഈ പോരാട്ടത്തിൽ ഇരുവിഭാഗത്തെയും ചേർത്ത് ഏകദേശം 1 ലക്ഷം പേരിലധികം ജീവൻ നഷ്ടപ്പെട്ടു. ഈ തമിഴർ അവിടെ എങ്ങനെ പോയെന്നാ, പല ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇംഗ്ലീഷുകാര് തേയിലത്തോട്ടങ്ങളിൽ ജോലി ചെയ്യാൻ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് തമിഴ് തൊഴിലാളികളെ ശ്രീലങ്കയിലേക്ക് കൊണ്ടുപോയതാണ്. അതിനുശേഷം അവരെല്ലാവരും അവിടേക്ക് സ്ഥിരമായി താമസിച്ചു. രക്തത്തിന്റെ അതിരുവരെ എത്തിയ ആ സമരം അവസാനിച്ചതിനു ശേഷം ഇപ്പോൾ ശ്രീലങ്ക പൂർണ്ണമായും സമാധാന പദത്തിലാണ് മുന്നേറുന്നത്. ഇന്ന് ശ്രീലങ്കയിൽ ഏകദേശം 16 ലക്ഷത്തിലധികം ഇന്ത്യൻ വംശാവലി തമിഴരുണ്ട്. അവരെല്ലാവരും ഇപ്പൊ സാധാരണ നിലയിലില്ല. രാജ്യത്ത് തന്നെ വലിയ വ്യാപാരങ്ങൾ നടത്തി രാജ്യത്തിന്റെ സാമ്പത്തികത്തിൽ പ്രധാന പങ്കുവഹിക്കുന്നു. നമ്മുടെ അശോക ചക്രവർത്തി തന്റെ മകൻ മഹിന്ദനും മകൾ സംഘമിത്രയും ബൗദ്ധമത പ്രചാരണത്തിനായി ശ്രീലങ്കയിലേക്ക് അയച്ച കാലം മുതൽ ഈ മണ്ണിന് ബൗദ്ധമതത്തോടൊപ്പം വേർപെടുത്താനാവാത്ത ബന്ധമുണ്ട്. രാജ്യത്ത് എവിടെ നോക്കിയാലും സമാധാനപരമായ ബുദ്ധന്റെ പ്രതിമകളും ഉയർന്ന ബൗദ്ധവിഹാരങ്ങളും കാണാം. എന്നാൽ 2500 പഴക്കമുള്ള ബൗദ്ധമതത്തെക്കുറിച്ചുള്ള ഇവിടെയുള്ള നിയമങ്ങൾ വളരെ കടുപ്പുള്ളവയാണ്. ബുദ്ധന്റെ പ്രതിമയ്ക്ക് സമീപം നിൽക്കുകയും അശ്ലീലമായി ഫോട്ടോ എടുക്കുകയോ ബുദ്ധന്റെ രൂപം അച്ചടിച്ച വസ്ത്രങ്ങൾ ധരിക്കുകയോ ടാറ്റു ഇടുകയോ ചെയ്താൽ നിയമം വിട്ടുവീഴ്ചയില്ലാതെ നടപടിയെടുക്കും. യാത്രികർ ആരായാലും പ്രതിമകളെ അപമാനിക്കുന്ന രീതിയിൽ പെരുമാറിയ കർശനമായ ജയിൽ ശിക്ഷ ഉറപ്പാണ്. ചിലപ്പോഴൊക്കെ വിസ റദ്ദാക്കി രാജ്യത്ത് നിന്ന് സ്ഥിരമായി പുറത്താക്കുകയും ചെയ്യും. അതിനാൽ ശ്രീലങ്കയിലേക്ക് പോകുന്ന യാത്രികർ അവരുടെ സംസ്കാരത്തെ മാനിക്കുന്നത് വളരെ പ്രധാനമാണ്. ഇസ്ലാമിക ശില്പകലയുടെ കാര്യത്തിൽ കൊളംബോ നഗരത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടം ജാമി ഉൽ അൽഫാർ പള്ളിയാണ്. ഇത് നാട്ടുകാര് സ്നേഹത്തോടെ ചുവപ്പ് പള്ളി എന്ന് വിളിക്കും. ഈ കെട്ടിടത്തിന്റെ പിന്നില് ഒരു അത്ഭുതകരമായ ചിന്തനയുണ്ട്. ഇസ്ലാമികരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിലെ 3 തവണ പരാമർശിക്കുന്ന സ്വർഗത്തിലെ പഴമായ മാതളനാരങ്ങയുടെ രൂപം പ്രചോദനമാക്കി ഇതിനെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ആ പള്ളിയുടെ ഗുമ്മതുകള് അതേപോലെ തന്നെ മാതളനാരങ്ങയെപ്പോലെ ചുവപ്പും വെള്ളയും നിറങ്ങളിലുള്ള വരകളോടെ കണ്ണിനെ ആകർഷിക്കുന്ന ഭംഗിയോടെ കാണപ്പെടുന്നു. ഒരു 1798 പണിത ഈ പള്ളി അകത്തേക്ക് എത്ര മനോഹരാണോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ അതിനേക്കാൾ അത്ഭുതകരായിരിക്കും. ഇവിടെ ഒരേ സമയം 10,000 പേർ പ്രാർത്ഥിക്കാനാവും. മതെന്തായാലും ഈ പള്ളി വിനോദസഞ്ചാരികളെ വളരെ ആകർഷിക്കുന്നു. കരാച്ചിയിൽ നിന്ന് ഇവിടെ കുടിയേറിയ ഏകദേശം 7,000 മേമൻ സമുദായത്തിൽപ്പെട്ട പാകിസ്ഥാൻ പൗരന്മാരും കൂടാതെ 1,700 മറ്റു പാകിസ്ഥാൻ പൗരന്മാരും ഈ രാജ്യത്ത് വ്യാപാരം നടത്തി സമാധാനത്തോടെ ജീവിച്ചു വരുന്നു. ക്രിക്കറ്റ് സംബന്ധിച്ചുള്ള സംസാരമില്ലാതെ ശ്രീലങ്കയെക്കുറിച്ച് സംസാരിക്കുന്നത് ഉപ്പില്ലാത്ത ഭക്ഷണം പോലെയാണ്. ഒരു കാലത്ത് ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള മത്സരമുണ്ടെങ്കിൽ നമ്മൾ TV നകച്ചു പോകാറില്ലായിരുന്നു. ലോക ക്രിക്കറ്റില് രാജാവായിരുന്ന പല മഹാന്മാർക്കും ശ്രീലങ്കയായിരുന്നു വിലാസം. തല ചുറ്റുന്ന സ്പിൻ ബൗളിങ്ങിലൂടെ ബാറ്റ്സ്മാൻമാരെ കുഴപ്പത്തിലാക്കിയ മുത്തയ്യ മുരളീധരൻ, കവർ ഡ്രൈവ് അടിച്ചാൽ കവിതയെന്ന് തോന്നുന്ന കുമാർ സംഗക്കാര, തന്റെ കൃത്യമായ യോർക്കറുകൾ കൊണ്ട് സ്റ്റെമ്പുകൾ തകർത്ത ലസിത് മലിംഗ തുടങ്ങിയ താരങ്ങളെ ലോക ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കില്ല. മൈതാനത്ത് നമ്മോടൊപ്പം എത്ര ആക്രോശത്തോടെ കളിച്ചാലും പുറത്ത് നമ്മുടെ താരങ്ങളോട് അത്രയേറെ സൗഹൃദത്തോടെ ഇരിക്കും. പാകിസ്ഥാനുമായും ശ്രീലങ്ക ക്രിക്കറ്റ് ബോർഡിനും നല്ല ബന്ധമുണ്ട്. 2009 പാകിസ്ഥാനിലെ ലാഹോറില് ശ്രീലങ്കൻ ക്രിക്കറ്റ് ടീമിന്റെ ബസ്സിന് ഭീകരവാദികൾ ക്രൂരമായ ആക്രമണം നടത്തി. ആ ആക്രമണത്തില് പല താരങ്ങൾക്കും തോക്ക് വെടിയേറ്റ് പരിക്കേറ്റു. അങ്ങനെ ഉണ്ടായിട്ടും ശ്രീലങ്ക പാകിസ്ഥാനെതിരെ ഒരു കടുത്ത നടപടി പോലും എടുത്തില്ല, വൈരാഗ്യവും വളർക്കില്ല. കൂടാതെ 1996 അർജുന രണതുംഗയുടെ നേതൃത്വത്തില് ശ്രീലങ്ക തന്റെ ആദ്യ ക്രിക്കറ്റ് ലോകകപ്പ് പാകിസ്ഥാനിലെ ലാഹോർ സ്റ്റേഡിയത്തിൽ തന്നെ നേടിയതും ഒരു ചരിത്രപ്രധാനമായ സംഭവമായിരുന്നു.
ശ്രീലങ്കയിലെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ ആ രാജ്യത്തിന് 2 തലസ്ഥാനങ്ങളുണ്ട്. അനേകം പേർക്ക് കൊളംബോയാണ് ഔദ്യോഗിക തലസ്ഥാനം എന്ന് തോന്നും. എന്നാൽ അവരുടെ നിയമവും ഭരണതലസ്ഥാനവും ശ്രീ ജയവർദ്ധനപുര കോട്ടയാണ്. വെറും 1 ലക്ഷം ജനസംഖ്യ മാത്രമുള്ള ഈ നഗരം വളരെ ശാന്തമായ ഒരു സാധാരണ ഗ്രാമപ്രദേശത്തെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന വലിയ കെട്ടിടങ്ങളൊന്നുമില്ല. എന്നാൽ യഥാർത്ഥ വ്യാപാര തലസ്ഥാനവും രാജ്യത്തിന്റെ ഹൃദയവും കൊളംബോ നഗരമാണ്. ഇവിടെ കാലടി വെച്ചാൽ തന്നെ സ്ഥിതി മാറിപ്പോടും. വ്യാപകമായ റോഡുകളും ആകാശത്തേക്ക് ഉയരുന്ന കെട്ടിടങ്ങളുമെല്ലാം ആധുനികതയുടെ ചിഹ്നങ്ങളായി ഇവിടെ നിലകൊള്ളുന്നു. ഇവിടെയാണ് രാജ്യത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലോട്ടസ് ടവർ സ്ഥിതി ചെയ്യുന്നത്. ഇത് നാട്ടിലെ നെലുംകുളിൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 351 മീറ്റർ ഉയരത്തില് 9 നിലകളോടെ മനോഹരമായി വിരിഞ്ഞ താമരപ്പൂവിന്റെ ആകൃതിയിൽ പണിത ഈ ഗോപുരം കൊളംബോ നഗരത്തിന് ഒരു കിരീടം പോലെയാണ്. അതേ, കൊളംബോവിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗാരാമായ ക്ഷേത്രം കാണാൻ മറക്കരുതാത്ത മറ്റൊരു അത്ഭുതകരമായ സ്ഥലമാണ്. ബൗദ്ധ, ഹിന്ദു, ചൈനീസ് ശില്പകലാകാരന്മാരുടെ അതുല്യമായ കഴിവോടെ ഈ ക്ഷേത്രം പണിതതാ. അകത്ത് കയറിയ ഉടനെ നിറങ്ങളാലും ഭംഗിയാലും സമൃദ്ധമായ പ്രതിമകൾ നമ്മെ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു. ഓരോ വർഷവും ഏകദേശം 20 ലക്ഷം ടൂറിസ്റ്റുകൾ ഇവിടെ എത്തുന്നു. കൊളംബോയും അതിന് ചുറ്റിപ്പറ്റിയ പ്രദേശങ്ങളും ചേർത്താൽ മൊത്തം 1000 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണ്ണമുണ്ട്. ഏകദേശം 8 ലക്ഷം ജനസംഖ്യയുള്ള കടൽത്തീര നഗരമായ ഈ സ്ഥലം ഒരു സ്വപ്നലോകം പോലെ തോന്നും. ഷോപ്പിംഗ് പ്രേമികൾക്ക് കൊളംബോയെ പെറ്റാ മാർക്കറ്റിനെ കുറിച്ച് പ്രത്യേകമായി പറയേണ്ടതുണ്ട്. ദിവസേന 5 ലക്ഷം പേരിലധികം വരുന്ന ഈ മാർക്കറ്റിൽ സൂചി മുതൽ വിമാനത്തിന്റെ സ്പെയർ പാർട്സ് വരെ എല്ലാം ലഭിക്കും. കടൽവെള്ള കനാലിന് മുകളിൽ മുഴുവനും മരത്തിൽ നിർമ്മിച്ച പെറ്റാ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഇവിടെ പ്രധാന ആകർഷണമാണ്. ഈ മാർക്കറ്റിലെ വ്യാപാരങ്ങളുടെ വലിയൊരു ഭാഗം നമ്മുടെ ഇന്ത്യൻ വംശാവളിയുള്ള തമിഴ് ആളുകളുടെ കൈകളിലാണ് എന്നത് നമ്മൾക്ക് വളരെ അഭിമാനകരമായ കാര്യമാണ്. ഇവിടെയുള്ള ദേശീയ ഭാഷകളെക്കുറിച്ച് പറയുമ്പോൾ സിംഹളവും തമിഴും രണ്ടും ഔദ്യോഗിക ഭാഷകളാണ്. എന്നിരുന്നാലും ടൂറിസ്റ്റുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കാൻ ഇവിടെ കൂടുതലായും എല്ലാവർക്കും ഇംഗ്ലീഷ് ഭാഷ വളരെ എളുപ്പത്തിൽ അറിയാം. നാണയമൂല്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇന്ത്യയിലെ 1 രൂപയ്ക്ക് അവിടെ ഏകദേശം 3 പകുതി ലങ്കാ രൂപയുടെ മൂല്യമാണ്. ഒരു പാകിസ്ഥാൻ രൂപയ്ക്ക് ലങ്കയിലെ 0.91 കാശിന് സമമാണ്. അതിനാലാണ് നമ്മുടെ ഇന്ത്യക്കാർ അവിടെ പോയി വരുന്നത് വളരെ ചെലവ് കുറഞ്ഞതും ബജറ്റിന് അനുയോജ്യമായതുമാണ്. പ്രകൃതി ദൃശ്യങ്ങളുടെ സൗന്ദര്യത്തെക്കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാവില്ല. എവിടെ നോക്കിയാലും പച്ച കാടുകള്, പാല് പോലെ വെള്ളം വീഴുന്ന വെള്ളച്ചാട്ടങ്ങള്, ഉയർന്ന പർവ്വതങ്ങള് എന്നിവയാണ് ലങ്കയെ ഭൂലോക സ്വർഗാക്കി മാറ്റിയിരിക്കുന്നത്. എന്നാ ഈ സൗന്ദര്യത്തിന് പിന്നിലൊരു ഭയവുമുണ്ട്. കനത്ത മഴ കാരണം പലപ്പോഴും ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഇവിടെ യാസായനവരുടെ സാധാരണ ജീവിതം തടസ്സപ്പെടുത്തുന്നു. അങ്ങനെ ഇരുന്നാലും സർക്കാർ ഉടൻ ഇടപെട്ട് ജനങ്ങളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നതില് വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നു. സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന മറ്റൊരു ചരിത്ര അത്ഭുതമാണ് സിഗിരിയ പാറക്കോട്ട. സുമാറായി 1600 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നിന്ന് 1200 അടി ഉയരത്തിലുള്ള ഒരു വലിയ പാറയുടെ മുകളിൽ ഒരു അത്ഭുതകരമായ കോട്ട പണിതു. 100 കണക്കിന് പടികൾ കയറി ആ ആകാശത്തുള്ള കോട്ടയുടെ മുകളിലേക്ക് എത്തുമ്പോൾ അവിടെ കാണുന്ന അത്ഭുതകരമായ കാഴ്ചകള് യാത്രയുടെ ക്ഷീണം മുഴുവൻ അകച്ചു കളയും. ഏതെങ്കിലും സാങ്കേതിക വിദ്യയില്ലാത്ത ആ കാലത്ത് അത്രയും ഉയരത്തിലെ പാറകൾ കുത്തി ആ കോട്ട എങ്ങനെ പണിതു എന്നതാണ് അത്ഭുതം. വെള്ളം എങ്ങനെ ലഭ്യമാക്കിയെന്നത് ഇന്നും ആധുനിക എഞ്ചിനീയർമാർക്കും ചരിത്ര ഗവേഷകർക്കും മറുപടി കിട്ടാത്തൊരു രഹസ്യമായാണ് തുടരുന്നത്. അവസാനമായി ഈ രാജ്യത്തിന്റെ സാമ്പത്തിക നിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ശ്രീലങ്കയുടെ വാർഷിക GDP ഏകദേശം $98.9 ബില്യൺ. 2 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീലങ്ക എത്ര ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുവെന്ന് നമ്മളിൽ എല്ലാവർക്കും അറിയാം. പെട്രോൾ പമ്പ് മുന്നിലെ കിലോമീറ്ററുകൾ നീളുന്ന ക്യൂകള്, വൈദ്യുതിയില്ലാതെ ഇരുട്ടിൽ മുങ്ങിയ നഗരങ്ങള്, ജീവൻ രക്ഷിക്കുന്ന മരുന്നുകൾ പോലും വാങ്ങാൻ കഴിയാത്ത ദയനീയ അവസ്ഥ. ഒരു സാധാരണ മനുഷ്യന്റെ വരുമാനം വർഷത്തിൽ വെറും $2000 കുറഞ്ഞു. ആ കഠിനമായ സമയത്ത് ഒരു വലിയ സഹോദരനായി നമ്മുടെ ഇന്ത്യ ശ്രീലങ്കയ്ക്ക് ആയിരക്കണക്കിന് കോടി രൂപയുടെ ധനസഹായവും ഭക്ഷ്യസഹായവും നൽകി പിന്തുണയായി നിന്നു. ആ സഹായം കൊണ്ടാണ് ഇന്ന് ശ്രീലങ്ക ആ ദുഷ്ടസ്വപ്നത്തിൽ നിന്ന് മോചിതയായി വീണ്ടും ശക്തിയായി ഉയർന്നു വന്നത്. വാണിജ്യങ്ങൾ വളർന്നു. ഇപ്പോ ഒരു സാധാരണ മനുഷ്യന്റെ വരുമാനം $4000 എത്തി. അനേകം ഉയർച്ചകളും താഴ്ചകളും സഹിച്ച്
ആഭ്യന്തര യുദ്ധങ്ങൾ ജയിച്ച് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ വീണ്ടും ഉയർന്നു വന്ന രാജ്യമാണ് ശ്രീലങ്ക. ഇവിടെയുള്ള പ്രകൃതി ദൃശ്യങ്ങളുടെ സൗന്ദര്യം മാത്രമല്ല, ഇവിടത്തെ ജനങ്ങളുടെ അചഞ്ചലമായ ധൈര്യവും ലോകത്തിനൊരു മികച്ച മാതൃകയാണ്. ഈ മനോഹരമായ അയൽരാജ്യത്തിന്റെ പ്രത്യേകതകള് നിങ്ങൾക്കൊരു പുതിയ അനുഭവം നൽകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു രസകരമായ വീഡിയോയുമായി കാണാം.